ഡയറക്ടറിന്റെ കൂടെ ഡാൻസ് കളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോ ഇല്ലയോ? അതെനിക്കറിയില്ല, കാരണം ഞാൻ പേരെടുത്ത് പറയാം. അല്ല ഡയറക്ടറിന്റെ അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ എന്തിനാണ് ചേച്ചി ആവശ്യപ്പെടുന്നത്? കാര്യം എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോകുന്നത്. മേക്കപ്പ് നമ്മൾ ഇടുന്നത് വിചാരിച്ചിട്ട് നമ്മൾ എന്തും ചെയ്യണമെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഒരിക്കലും ഞാൻ പറയുന്നത് ഈ ഫീൽഡിൽ മാത്രമല്ല അങ്ങനെയുള്ളത്, എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ അത് പ്രത്യേകിച്ച് ഇട്ട് പറയും. പിന്നെ എനിക്ക് പറയുള്ളത്, ഈ ഫീൽഡിൽ ആരായാലും നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന പോലെ ഞാൻ എൻ്റെ കൂടെ സഹകരിച്ച് നിനക്ക് ചാൻസ് തരാമെന്ന് പറയുമ്പോൾ നോ പറയാൻ ഒരു പെണ്ണിന് കഴിയാത്തത് അവരുടെ കുറ്റം. അത് പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഫീൽഡിൽ അങ്ങനെ ഒരാൾ ചോദിക്കാൻ ധൈര്യപ്പെടില്ല, അല്ലേ? ചോദിക്കാത്തതുകൊണ്ടാണല്ലോ വീണ്ടും ഇപ്പൊ വീണ്ടും വന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ അതിനെപ്പറ്റി ഞാൻ ഇന്നവരൊരു കമന്റ്സ് പറഞ്ഞിട്ടില്ല. എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്താ? ഞാൻ പറഞ്ഞു, നമ്മൾ അനുഭവം ഇല്ല എന്ന് പറഞ്ഞ ഇവർ പറയും, ഓ അവള് വെറുതെ പറയുന്നതാ. അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നോണ പറയുന്നതാ. ഇങ്ങനെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ തകർക്കും. ചേച്ചി സത്യം പറഞ്ഞു, അനുഭവം ഞാൻ സത്യം എനിക്ക് ഇതുവരെ അനുഭവം, ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ 8 വർഷം. 8 വർഷത്തിൽ ഞാൻ 10-13 പടം ചെയ്തു, 10-16 സീരിയൽ ചെയ്തു. 8 വർഷമായി. അപ്പൊ 5 വർഷം മുന്നേ നടന്നതൊക്കെയാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, വെളിയിൽ ഞാൻ വരുത്താൻ ആഗ്രഹിച്ചു. നിങ്ങൾ അല്ലല്ല, 5 വർഷം മുന്നേ ഉള്ളതാണ് ഇപ്പൊ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നേരം ചേച്ചി പറഞ്ഞ പോലെ അന്നേരം പ്രതികരിക്കാതെ പ്രതികരിച്ചല്ലോ. ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞത്, ചേച്ചിയല്ല ഞാൻ ഇപ്പൊ പറഞ്ഞൊരു ഇപ്പൊ ഒരു കേസും കാര്യങ്ങളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അത് 5 വർഷം മുന്നേ നടന്ന സംഭവങ്ങൾ ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഇൻഡസ്ട്രി തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചെയ്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. കാരണം ഞാൻ ഇതിന്റെ സത്യാവസ്ഥകൾ കള്ളമോ സത്യമോ എന്തോ ആയിക്കോട്ടെ, അന്ന് പറയുന്ന പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീ അവർക്ക് ആർക്കായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരപ്പ പറയണമായിരുന്നു. അത് അന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഒരാള് മുന്നിൽ വന്ന് ഒരു ചെറുപ്പക്കാരൻ, പേര് പറയുന്നില്ല, എൻ്റെ ഇന്റർവ്യൂവിൽ ഒപ്പണപ്പായിട്ട് എന്നോട് വന്ന് പറഞ്ഞു, പുള്ളിയുടെ അനുഭവം പറഞ്ഞ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പുള്ളിക്കും ഈ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന അതേ അനുഭവങ്ങൾ സ്ത്രീകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക്. പക്ഷെ പുള്ളി ഇപ്പം അതിന് പ്രതികരിച്ചാലും ആ സ്ത്രീകൾ സേഫാണ്. അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നണതേ, ഒരു സ്ത്രീയുടെ ഒരു സാഹചര്യം പുരുഷനും സ്ത്രീയും തമ്മിൽ എപ്പോഴും സ്ത്രീയാണല്ലോ ഇരയാക്കപ്പെടുന്നത് കൂടുതലും. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വനിതാ കമ്മീഷൻ, ഇപ്പം ഞാൻ പൊതുപ്രവർത്തകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇരയാക്കപ്പെടുന്നവർ, കുട്ടികളും. എനിക്ക് ഒരുപാട് അറിയാം, ഞാൻ ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീമിൽ പ്രവർത്തിച്ചിരുന്നു. ആണുങ്ങൾ ഇത് കുറവാണ്. ആണുങ്ങൾക്ക് പ്രതികരിക്കാം, എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? അവർക്ക് പക്ഷെ പല സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ചാൻസ് ഇല്ല. ഒന്ന്, ഒരു പുരുഷനെ പോലെ ഒരു തുറന്ന പ്ലാറ്റ്ഫോം അല്ല സ്ത്രീക്ക്. അവരൊരു വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു വരുമാനം. ഒരു കാര്യം പറയട്ടെ, ഞാൻ ചേച്ചി സ്നേഹിച്ചു എന്ന് വിചാരിച്ചോളൂ. നമ്മൾ തമ്മിൽ 3 വർഷം നമ്മൾ ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചു. പക്ഷെ ഒരു 4ാമത്തെ വർഷം ചേച്ചി എന്ന് പറയുന്നു, അവൻ എന്നെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. പറയട്ടെ, അവൻ എന്നെ പീഡിപ്പിച്ചു. അപ്പോൾ ഞാൻ മറുപടി പറയുന്നത് എന്തായിരിക്കും? എൻ്റെ പ്രൂഫ് ഉണ്ട്, ഞാൻ തെളിയിക്കും. അങ്ങനെ തെളിയിച്ച പ്രൊഡ്യൂസർ ഡയറക്ടറൊക്കെ ഉണ്ട്, കാര്യം അവരെ തെറ്റില്ല എന്നുള്ളത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, കാരണം ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചിട്ട് അവൻ്റെ എല്ലാ സമ്പാദ്യവും അവൻ്റെ എല്ലാം വാങ്ങിയെടുത്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന മോന്തൊക്കെ അടിക്കണം എന്നാ ഞാൻ പറയാം. അപ്പൊ എന്നാലും ഇത്ര ഇൻഡസ്ട്രിയിൽ എത്ര പേര് അടിക്കേണ്ടി വരും അന്നേരം? എനിക്ക് എത്ര പേരുണ്ടെന്ന് അറിയില്ല, എനിക്കറിയില്ല എത്ര പേര് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അഭിമാനമുള്ള ഒരു സ്ത്രീ, അവൻ എന്താ പറയുക, നമ്മളൊരാൾ പീഡിപ്പിച്ച് നമ്മളൊരു നിസ്സഹായാവസ്ഥയിൽ നമ്മളൊരാൾ പീഡിപ്പിക്കാൻ വന്നെങ്കിൽ നമുക്കത് പറയാൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഇത് അവന് വേണ്ടി അവൻ്റെ കൂടെ എല്ലാ രീതിയിലും സഹകരിച്ച് അവൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് അവൻ്റെ പൈസയും നശിപ്പിച്ച് എല്ലാം നേടിയെടുത്തിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പോയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ശരിക്കും അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടത് തെളിവുണ്ടെങ്കിൽ. ചേച്ചി ഗുണ്ടയാണോ? അല്ല, ഞാൻ അല്ല, ഞാൻ ന്യായമായിട്ട് ഞാൻ പറയില്ല. ഞാൻ സ്ത്രീകൾക്ക് പക്ഷം നിൽക്കണവരെ ഞാനൊരു സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് ഈക്വാലിറ്റി എല്ലാവർക്കും വേണം. ഈക്വാലിറ്റി ഇവിടെ ഉണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈക്വാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ സമാന്തരമായ ഒരു ഇതിൽ പോകുമ്പോൾ കൂട്ടിമുട്ടി ഇതുണ്ടാവാം. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വിഭാഗം താന്നിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഒരു ജീവിത ശൈലിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നിയാണ്. കാരണം സ്ത്രീയുടെ ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഒപ്പം നിൽക്കാനുള്ളൊരു ശാരീരികമായും മറ്റിതിലും കുറച്ചൊരു ബുദ്ധിമുട്ട് പല കാര്യങ്ങളിലും ഉണ്ടല്ലോ. എങ്ങനെയൊക്കെ പോയാലും തുല്യത എന്ന് പറയുന്നത് ശാരീരികമായി ഇപ്പം പലരും വിചാരിക്കുന്നത് പാൻറ് ഷർട്ട് ഇട്ട് നടന്ന്, അല്ലെങ്കിൽ പുരുഷനെ പോലെ സിഗരറ്റ് വലിച്ച് മദ്യപിച്ചൊക്കെ നടന്ന് റോട്ട്, അങ്ങനെയൊക്കെയാണ് തുല്യത എന്നാണ് വിചാരിക്കുന്നത്. അതല്ല, പരസ്പരം ബഹുമാനം വേണം, അല്ലേ? സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രസവിക്കാൻ ഒരിക്കലും പുരുഷന് കഴിയില്ല, എന്നാൽ പ്രസവിക്കണമെങ്കിൽ പുരുഷൻ വേണം. അപ്പോൾ സ്ത്രീക്കും പുരുഷനും പ്രകൃതി കൊടുത്തിട്ടുള്ള കുറേ
കാര്യങ്ങളുണ്ട്. അതിലൊരിക്കലും തുല്യത വരാൻ അത് പറ്റില്ല. അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിലൊരിക്കലും എനിക്ക് പുരുഷനെ പോലെ ആവണം അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവണ കേസല്ല. രണ്ടിനും രണ്ട് തട്ടാണ്. അതൊരു പക്ഷെ ഒരു തട്ട് കൂടി നിന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ തട്ട് ഇപ്പുറത്തെ താഴെ നിൽക്കുന്നവർ ബഹുമാനിക്കണം. അത്രയേ ഉള്ളൂ. അവരെ വ്യക്തിത്വം, അവരൊരു വ്യക്തിയാണ്, അവർക്കുള്ള സ്വാതന്ത്ര്യം എല്ലാ വ്യക്തിത്വം ബഹുമാനിച്ചുകൊണ്ട് അവരൊരു പൊടിക്ക് നിന്നോട്ടെ. കാരണം ആ ഒരു പൊടിക്ക് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടെങ്കിൽ ആ കുടുംബം നല്ല സേഫായി പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയായി പോവും. ആ ഒരു ഇതില് പുരുഷൻ ഒരു പിടി മുകളിൽ നിൽക്കണോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിലപാടതാ. കാരണം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണം. തുല്യത ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് നടക്കൂല. കാരണം ശാരീരികമായ കാര്യങ്ങളും പുറമെ ഇപ്പോൾ പറഞ്ഞ പല സ്ത്രീകളും ഫെമിനിസ്റ്റുകളും എനിക്കെതിരെ വരായിരിക്കും. പക്ഷെ ഞാൻ പറയണു, ഒരു വീട്ടിൽ ഒരു സ്ത്രീ എപ്പോഴും ക്ഷമിക്കാനും അതുപോലെ ഒരു കുട്ടികളെ നോക്കാനൊക്കെ ഇത്രയും നാളുകളെ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യം കൊണ്ട് അവൾ അതിന് പാകപ്പെട്ടൊരു ഇതാണ്. നമ്മൾ കാലക്രമേണ മാറ്റങ്ങൾ വരില്ല. ഒറ്റയടിക്ക് മാറ്റം വരില്ല. ഇവിടെ ഒറ്റയടിക്ക് സ്ത്രീ പുരുഷനും ഒരേപോലെ, ഇപ്പോൾ കുടുംബത്തിൽ കുട്ടികളെ നോക്കണമെങ്കിൽ ഒരേപോലെ പുരുഷനും സ്ത്രീ ഒരുപോലെ വേണം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് ഒരുപോലെ വേണം ആവാം. പക്ഷെ ഒരിക്കലും ഇതുവരെ പുരുഷൻ ജീവിച്ചു വന്നൊരു സാഹചര്യം ഉണ്ട്, സ്ത്രീ ജീവിച്ചു വന്നൊരു സാഹചര്യം ഉണ്ട്. അതിന്ന് മാറുമ്പോൾ പുരുഷന് അത് മറ്റുള്ളവർ പറയും, അയ്യോ അവൻ ഒരു പെണ്ണനാന്ന് പറയും, അല്ലെങ്കിൽ ഒരു പെണ്ണാണ്, അവൻ കണ്ടില്ലേ ഒന്നിനും കൊള്ളാത്തവൻ, അങ്ങനെ ഒരു പറച്ചിൽ വരില്ലോ. സ്വാഭാവികമായിട്ട് അത് കേൾക്കുമല്ലോ. ചേച്ചി രാഷ്ട്രീയത്തിലേക്ക്, ചേച്ചി ഒരു പൊളിറ്റീഷ്യനാണ് തെളിയിച്ചുകൊണ്ടിരിക്കുക സംസാരത്തിലൂടെ. തീർച്ചയായിട്ടും ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ചേച്ചി, ചേച്ചിയുടെ ഫേസ് കണ്ടാൽ കറക്റ്റായിട്ട് കുട്ടികൾക്ക് പേടിയോ? വില്ലത്തി എന്റെ ഫോട്ടോസ് എടുത്ത് ഞാനൊരു പാവാ ഇത്. പക്ഷെ ഫേസ് വില്ലത്തിനകത്ത് എന്ത് കഥ? ചന്ദ്രികയിലും ചന്ദ്രകാന്തത്തിൽ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ന്യൂ ഇയർ കഥാപാത്രമായിട്ട് ചെയ്യണേ. ഇതില് നെഗറ്റീവ് റോള് ചെയ്യുന്ന അവരുടെ ചിട്ടിയായിട്ടാണ് വന്നേക്കണത്. ഞാനിപ്പോൾ ഇതുവരെ കറുത്തമുത്ത് സീരിയലിലാണ് ഞാൻ ആദ്യം നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത്. അവിടെ നിങ്ങളുടെ എന്നെ എല്ലാ സീരിയലിലും നെഗറ്റീവ് ക്യാരക്ടറിനെ വിളിച്ചേക്കണേ. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് മിഴി രണ്ടിലും ദശ എന്നുള്ളൊരു ക്യാരക്ടറാണ്. സൂപ്പർ വില്ലത്തിയായിരുന്നു. സൂപ്പർ വില്ലത്തിയായിരുന്നു. പക്ഷെ ഞാൻ ബേസിക്കലി ഞാൻ പാവാ. ചേച്ചി പാവാ. ഞാൻ എപ്പോഴും ന്യായം നോക്കിയിട്ട് ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നേ, എന്നോട് ചോദിക്കാറുണ്ട്, എന്നെ അടുത്തറിയുന്നവർ. തൃശ്ശൂരാണ് എൻ്റെ വീട്. തൃശ്ശൂർ ഞാൻ എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഞാൻ. ഒരുപാട് സ്ത്രീകളുടെ സംഘടനയിൽ ഞാൻ നിൽക്കണ കാരണം ഈ സ്ത്രീകളൊക്കെ എനിക്ക് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, മഞ്ജേച്ചി ഭയങ്കര പാവാ, പക്ഷെ എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ മഞ്ജേച്ചി വേറൊരാളാന്ന്. ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ പാർട്ടിയിലുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് പറ്റിക്കാം നമുക്ക്. അതായത് ചേച്ചിയുടെ സുഹൃത്ത് വിളിച്ചിട്ട് ചേച്ചി പറയുക, ഞാൻ സീരിയലിലൂടെ വന്നതാണ്, ചേച്ചി ഏതാ പാർട്ടി? CPI കാരിയാണ്, എന്നെ ആരും ഒന്നും ചെയ്യല്. അല്ല എനിക്ക് ഇനിയിപ്പോ ചിലപ്പോൾ മറ്റുള്ളവർ ഞാൻ സത്യസന്ധയാണ് എപ്പോഴും പറയട്ടെ. അപ്പം അത് വിളിച്ചിട്ട് ചേച്ചി എന്നത് പറയണം,